ഇത്രയും വലിയൊരു ജയിലിൽ ഇങ്ങനെ ഒരാൾ ഈ ഇതിൻ്റെ കമ്പി ഇതെല്ലാം മുറിച്ചിതാകുന്നവരെ ഈ എന്താണ് അവിടെ ഇത് അതിനുള്ള എത്ര പോലീസുകാർ കാരണം ഒരു ജയിലിൽ നിന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പോലീസുകാരുണ്ടാവും എത്ര പേരുണ്ടാവും. അപ്പോൾ ആ ജയിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒന്ന് കയറി ഇവൻ പുറത്തിറങ്ങി വരണച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്താണ്? അപ്പോൾ ഇതിൽ പിന്നിലൊരാളില്ലാതെ അവനത് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഞാൻ ഇന്നും പറയണു അത് തന്നെയാണ്, ഇപ്പോഴും പറയണത് അത് തന്നെ. അവന് പിന്നിലൊരാളില്ലാതെ അവനിതൊന്നും ചെയ്യില്ല. അവനാരോ അവൻ്റെ പിന്നിലുണ്ട്. അതല്ലാതെ അവന് ഈ പണികളെല്ലാം ചെയ്ത് ഈ ഒറ്റക്കൈ ഗോവിന്ദൻചാമിക്ക് ഇത് നടക്കില്ല. ഇത്രയും വലിയൊരു ജയിലിൽ ചാടി ഇറങ്ങാൻ പറ്റില്ല. അപ്പം അതിനുള്ളൊരു കാരണം ഇത് തന്നെയാണ്. വലിയ ആളുകളുടെ സഹായം, വലിയ പണമുള്ളവരുടെയൊക്കെ സഹായം ഇയാൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കരുതുന്നു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആൾപുരാൻ ബാക്കിയാൽ വന്ന കാര്യങ്ങൾ മാത്രമേ എനിക്കറിയുള്ളൂ. അവൻ്റെ പിന്നിൽ അത്രയും വലിയൊരു ആൾക്കാരുള്ള കാരണം കൊണ്ടാണല്ലോ ഇങ്ങനൊരു ആൾപുരാൻ വക്കീൽ വന്നു തന്ന കേസിന്. അല്ലെങ്കിൽ ഇങ്ങനൊരു വക്കീൽ വരൂ. അപ്പം അയാളെ ജീവനും പോയി. അയാൾ പോയപ്പോൾ ഞാൻ കുറേ ആശ്വസിച്ചു. കാരണം ഇതുപോലുള്ള ക്രിമിനലിനെ ബാധിക്കാൻ വേണ്ടിയിട്ട് ഇനി അയാൾ വരില്ലല്ലോ എന്നുള്ളത്. അല്ല, അതിന് വേറൊരാളുണ്ടാവുമോ എവിടെയെങ്കിലും, അത് വേറെ. എന്നാലും പറയണം, ഒരു ആശ്വാസം തന്നെ അയാൾ പോയത്. അയാൾ പോയ അന്ന് മുതൽ ഞാൻ ആലോചിക്കണം എന്നാണ് ഈ ഗോവിന്ദൻചാമിയുടെ മരണം കേൾക്കാമെന്ന്. അപ്പോഴാണ് ഇപ്പോൾ ഗോവിന്ദൻചാമി ജയിലിൽ ചാടിയത് കേൾക്കുന്നത്. ഈ വധശിക്ഷ ഒഴിവാക്കപ്പെട്ടപ്പോൾ തന്നെ എല്ലാവരും വലിയ ആശങ്കയോടെ പേടിയോടെയാണ് ആ വാർത്ത കേട്ടത്. ഇയാളുടെ വധശിക്ഷ ഒഴിവാക്കി എന്ന് പറയുന്ന സുപ്രീം കോടതി വിധി എത്തിയപ്പോൾ അമ്മയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ മനസ്സിൽ തോന്നിയിരുന്നോ ഇയാൾ ജയിൽ ചാടുവാനുള്ള ഒരു സാധ്യതയില്ലേ, അല്ലെങ്കിൽ ഇയാൾ ഇനി ജയിലെങ്ങാനും ചാടുമോ, അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നോ എപ്പോഴേലും? എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ലായിരുന്നു. കാരണം എൻ്റെ മനസ്സിൽ നമുക്ക് എന്തായാലും ഈ കാക്കിയിട്ട പോലീസുകാരോട് നമുക്ക് ഒരു ഇതുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അവരുടെ ഒരു ഇതുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ ആ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഒരു ജയിൽ ചാടലുണ്ടായിരിക്കണത്. എത്രയോ പോലീസുകാർ എൻ്റെ അടുത്ത് പറയാം, അമ്മ വിഷമിക്കണ്ട, അവന് അതിനുള്ള ശിക്ഷകളെല്ലാം അവിടെ കിട്ടേണ്ടത്. ഇത് എത്രയോ പോലീസുകാർ എന്നോട് പറയാറ്. അപ്പം നമുക്കതാണ് നമ്മൾ ആശ്വസിക്കുന്നത്. അപ്പോൾ അവർ നമുക്കിപ്പോൾ അത്രയും പേരവിടെ ഉണ്ടായിട്ട് ഇതെന്തേ ഇങ്ങനെ സംഭവിച്ചത്, അത് തീർച്ചയായിട്ടും അത് അന്വേഷണത്തിന് വരേണ്ടതാണത്. അത് അന്വേഷിച്ചേ പറ്റൂ, അത് അന്വേഷിച്ച് കണ്ടെത്തണം. അത്